തൃശൂർ ചാലക്കുടി പോട്ട ഫെഡറൽ ബാങ്കിൽ നിന്ന് മോഷ്ടിച്ച പണം പ്രതി റിജോ ആന്റണിയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തു. 12 ലക്ഷം രൂപയാണ് കണ്ടെടുത്തത്. കത്തിയും ഉപയോഗിച്ച വസ്ത്രവും പോലീസ് കണ്ടെടുത്തു. അതിനിടെ റിജോ ആന്റണി കടം വീട്ടിയാൽ പോലീസിൽ പണം തിരികെ ഏൽപ്പിച്ചു. സൂരജ് സജ്ജി ചേരുന്നുണ്ട് ഇപ്പോൾ വിശദാംശങ്ങളുമായി. സൂരജ്, എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ ലഭ്യമാകുന്ന പുതിയ വിവരങ്ങൾ? ഉന്മേഷ്, ഇന്ന് പുലർച്ചെയാണ് ഈ പ്രതി റിജോ ആന്റണിയുടെ വീട്ടിലെത്തി പോലീസ് ഈ പരിശോധന നടത്തുന്ന, ഈ തെളിവെടുപ്പ് നടത്തുന്ന. അവിടെ നിന്നാണ് ഇപ്പോൾ ഈ 12 ലക്ഷം രൂപ കണ്ടെത്തിയിരിക്കുന്നത്. ഈ ബാങ്കിൽ നിന്ന് മോഷ്ടിച്ച 15 ലക്ഷം രൂപയിൽ 12 ലക്ഷം രൂപ ഈ വീട്ടിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ ഈ കത്തിയും ഉപയോഗിച്ച വസ്ത്രങ്ങളും, അതായത് പ്രതിയുടെ കയ്യിൽ ഈ ഇവരെ ബന്ദിയാക്കി ഈ പണം മോഷ്ടിക്കുന്ന സമയത്ത് ഉപയോഗിച്ച കത്തി, അതോടൊപ്പം തന്നെ ആ സമയം ധരിച്ചിരുന്ന വസ്ത്രം എന്നിവയും കണ്ടെത്തി. പണം കണ്ടെത്തിയത് കിടപ്പുമുറിക്ക് മുകളിലുള്ള ഷെൽഫിൽ നിന്ന് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കത്തി കണ്ടെത്തിയത് അടുക്കളയിലായിരുന്നു. ഇന്ന് പുലർച്ചെ 1 മണിയോടുകൂടിയായിരുന്നു റിജോയുടെ വീട്ടിലെത്തി പോലീസ് ഈ പരിശോധന നടത്തിയത്. അതോടൊപ്പം തന്നെ ഈ റിജോ ഈ 15 ലക്ഷം രൂപയിൽ 2,90,00,000 രൂപ അന്നനാട് സ്വദേശി ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് നൽകിയിരുന്നു. അയാളിൽ നിന്ന് കടമായി വാങ്ങിയതായിരുന്നു ഈ പണം. ഈ വ്യക്തി ഇന്നലെ രാത്രി 1 മണിയോടുകൂടി ചാലക്കുടി ഡിവൈഎസ്പിയുടെ ഓഫീസിലെത്തി പണം തിരികെ ഏൽപ്പിച്ചു എന്ന വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും 10 മണിയോടുകൂടി ബാങ്കിലടക്കം എത്തി പോലീസ് വീണ്ടും തെളിവെടുക്കും. ഈ കേസിലേറെ നിർണായകമായിട്ടുള്ള ഒരിടമാണ് ബാങ്ക്. അതുകൊണ്ട് തന്നെ രാവിലെ 10 മണിയോടുകൂടി തന്നെ ഈ ബാങ്കിൽ എത്തിച്ച് പ്രതിയെ തെളിവെടുക്കുന്നതിനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്.